നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 വ്യാഴമാറ്റം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിയിൽ ജനിച്ച ജാതകർക്ക് അഷ്ടമസ്ഥാനാധിപനും 11ാം ഭാവാധിപനുമായ വ്യാഴം 2026 ഗോചരപ്രകാരം 2ാം ഭാവത്തിൽ നിന്ന് 3ാം ഭാവമായ കർക്കിടകത്തിലേക്ക് ഉച്ചസ്ഥിതിയിൽ പ്രവേശിക്കുന്നു. ധൈര്യം, വീര്യം, സഹോദരസ്ഥാനം, ഹ്രസ്വയാത്രകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന 3ാം ഭാവത്തിലേക്ക് വ്യാഴം എത്തുന്നതോടെ ജാതകരിൽ പുതിയ ആത്മവിശ്വാസവും കാര്യശേഷിയും പ്രകടമാകും. 11ാം ഭാവമായ ലാഭസ്ഥാനത്ത് ശനി അനുകൂലനായി നിലകൊള്ളുന്നതിനാൽ മുൻകൂല കർമ്മങ്ങളുടെ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുന്ന സുപ്രധാന കാലഘട്ടമാണിത്. ഈശ്വരാനുകൂല്യം സമ്മിശ്രമായി അനുഭവപ്പെടുമെങ്കിലും വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതി വലിയ പ്രതിസന്ധികളിൽ നിന്നും ജാതകരെ കാത്തുരക്ഷിക്കും. ആത്മീയ ചിന്തകൾ വർദ്ധിപ്പിക്കുകയും ഏകാന്തതയോടും ശാന്തതയോടും ആഭിമുഖ്യം പുലരുകയും ചെയ്യും. മുൻപ് നിലനിന്നിരുന്ന തടസ്സങ്ങളും പരാക്രമങ്ങളും അവസാനിപ്പിക്കുന്നതിനൊപ്പം സഹിഷ്ണുതയോടൊപ്പം ദീർഘവീക്ഷണത്തോടെയും മുന്നോട്ടു പോകാൻ സാധിക്കുന്ന അനുകൂല സാഹചര്യങ്ങൾ ഈ രാശിമാറ്റത്തിലൂടെ സംജാതമാകും. സാമാന്യ ഫലം. ഗ്രഹനില. 3ാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും ലാഭസ്ഥാനത്തെ ശനിയുടെ അനുകൂല ഭാവവും ജാതകർക്ക് മികച്ച ആത്മവിശ്വാസവും കാര്യശേഷിയും സമ്മാനിക്കും. കഴിഞ്ഞകാല അധ്വാനങ്ങളുടെ പൂർണ്ണമായ ഫലം ലഭിക്കുന്ന ഈ സുപ്രധാന സമയത്ത് പ്രതിസന്ധികളെ ദീർഘവീക്ഷണത്തോടെ മറികടക്കാൻ സാധിക്കും. സമ്മിശ്രമായ അനുഭവങ്ങൾക്കിടയിലും വ്യാഴത്തിന്റെ ഉച്ചബലം ഒരു വലിയ കാവലായി നിലകൊള്ളുകയും ജീവിതത്തിൽ പുതിയൊരു ശാന്തതയും പുരോഗതിയും കൊണ്ടുവരികയും ചെയ്യും. തൊഴിലും ധനസ്ഥിതിയും തൊഴിൽ മേഖലകളിൽ വലിയ പുരോഗതിയും അനുകൂലമായ മാറ്റങ്ങളും ദൃശ്യമാകും. അധ്യാപകർ, പ്രഭാഷകർ, അഭിഭാഷകർ, മാധ്യമപ്രവർത്തകർ എന്നിങ്ങനെ ആശയവിനിമയത്തിലൂടെയും വാക്കുകളിലൂടെയും ഉപജീവനം നടത്തുന്നവർക്ക് തങ്ങളുടെ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കാനും വിപുലമായ നേട്ടങ്ങൾ കൈവരിക്കാനും സാധിക്കും. കലാ, സാംസ്കാരിക, സാഹിത്യ, രാഷ്ട്രീയ, കായിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അംഗീകാരങ്ങളും പദവികളും തേടിയെത്തും. ഉദ്യോഗസ്ഥർക്ക് അർഹമായ സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ കരാറുകളിൽ ഏർപ്പെടുന്നതിനും ബിസിനസ് വ്യാപിക്കുന്നതിനുമായ പുതിയ ഏജൻസികൾ ആരംഭിക്കുന്നതിനും സാധിക്കും. ഒന്നിലധികം സ്രോതസ്സുകളിൽ നിന്ന് ധനാഗമനം ഉണ്ടാകുമെങ്കിലും സാമ്പത്തിക ഇടപാടുകളിലും പുതിയ നിക്ഷേപങ്ങളിലും അനാവശ്യമായ ധൃതി ഒഴിവാക്കി കൂടുതൽ ജാഗ്രത പുലർത്തുന്നത് ഉചിതമായിരിക്കും. കുടുംബവും ബന്ധങ്ങളും. കുടുംബജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും വളരെ ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനത്തുള്ളവർക്ക് വലിയ ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുകയും അവർ തമ്മിലുള്ള പരസ്പര ബന്ധം കൂടുതൽ ദൃഢമാവുകയും ചെയ്യും. ആവശ്യഘട്ടങ്ങളിൽ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അയൽക്കാരിൽ നിന്നും സജീവമായ പിന്തുണയും സഹായവും ലഭിക്കും. ദാമ്പത്യ ജീവിതത്തിൽ മുൻപ് നിലനിന്നിരുന്ന കൈപ്പേറിയ അനുഭവങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യവും സന്തോഷവും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യും. വിവാഹപ്രായമെത്തിയ ജാതകർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും മംഗളകർമ്മങ്ങൾ ഗ്രഹത്തിൽ നടക്കാനും യോഗമുണ്ട്. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും അവ വിവാഹത്തിലേക്ക് വഴിമാറുന്നതിനും സാഹചര്യമൊരുങ്ങും. സന്താനങ്ങളുടെ പഠന പുരോഗതിയും അവരുടെ ജീവിതത്തിലെ ഉയർച്ചയും കുടുംബത്തിൽ വലിയ സംതൃപ്തിക്ക് കാരണമാകും. ആരോഗ്യവും മാനസികാവസ്ഥയും. ആരോഗ്യപരമായി ദീർഘനാളായി അലട്ടിയിരുന്ന ക്ലേശങ്ങൾക്കും വിട്ടുമാറാത്ത രോഗാവസ്ഥകൾക്കും കൃത്യമായ ശമനവും ആശ്വാസവും കൈവരും. സ്വീകരിച്ചിരുന്ന ചികിത്സകൾ ഫലപ്രദമാവുകയും ശരീരത്തിന് പുതിയ ആയുസ്സും ഊർജ്ജസ്വലതയും വീണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്യും. മാനസികമായ അസ്വസ്ഥതകൾ കുറയുകയും മനസ്സിന് കൂടുതൽ ശാന്തത കൈവരുകയും ചെയ്യും. ദൂരദേശങ്ങളിലേക്കും വിദേശങ്ങളിലേക്കുമുള്ള യാത്രകൾ പ്രയോജനപ്രദമായി ഭവിക്കുമെങ്കിലും യാത്രകളിൽ ശാരീരിക ക്ഷീണം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാലയളവിൽ ജാതകരിൽ പൊതുവായി അലസത വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ കൃത്യമായ ദിനചര്യകളിലൂടെയും വ്യായാമത്തിലൂടെയും ശാരീരിക ക്ഷമത നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. മാനസിക സമാധാനത്തിനായി ചെറിയ തീർത്ഥാടനങ്ങളും ദീർഘയാത്രകളും നടത്തുന്നത് മാനസിക ഉല്ലാസത്തിന് വഴിതെളിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഈ വ്യാഴമാറ്റ കാലയളവിൽ അലസത പൂർണ്ണമായും വെടിഞ്ഞ് കർമ്മരംഗത്ത് സജീവമാകാൻ ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം കൈവരുന്ന വലിയ അവസരങ്ങൾ നഷ്ടപ്പെടാൻ ഇടയാക്കിയേക്കാം. ചില സന്ദർഭങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാനുള്ള പ്രവണതയും വാശിശീലവും പ്രകടമാകാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ നിയന്ത്രണം പാലിക്കുക അനിവാര്യമാണ്. സാമ്പത്തിക കാര്യങ്ങളിലും വലിയ തുകകളുടെ പുതിയ മുടക്കുമുതലുകളിലും അമിത ആത്മവിശ്വാസം ഒഴിവാക്കി വിദ്യോപദേശം തേടുന്നത് ഉചിതമായിരിക്കും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവരുടെ മാനസികാവസ്ഥകളിലും കൂടുതൽ ശ്രദ്ധയും കരുതലും നൽകേണ്ടതുണ്ട്. ഈശ്വരാനുകൂല്യത്തിൽ ഉണ്ടാകുന്ന സമ്മിശ്രാവസ്ഥകൾ പരിഹരിക്കുന്നതിനായി പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ അനുഷ്ഠിക്കുന്നത് വഴി വ്യാഴത്തിന്റെ പൂർണ്ണമായ ശുഭഫലങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.